ഹലോ ഗൈസ്, എനിക്കറിയില്ല. എനിക്ക് ഇന്നത്തെ ഫുൾ ഡേ ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയിട്ട് ആ കുഞ്ഞുമോൻ്റെ ഇങ്ങനെ മരണത്തിനെ കുറിച്ച് വായിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയും തോറും കൂടുതൽ വിഷമാവാണ്. കുറേ നോക്കി, കുറേ വീഡിയോസ് കണ്ടു, ഇങ്ങനെ കുറേ കണ്ണീന്ന് വെള്ളം വന്നു, കുറേ സങ്കടപ്പെട്ടിപ്പോഴും ആ ഒരു ഭാരം മനസ്സിൽ നിന്ന് പോയിട്ടില്ല. എനിക്കറിയില്ല, എനിക്കൊന്ന് ഐ ഡോണ്ട് നോ ഹൗ ടു റിയാക്ട് ടു ദിസ് സിറ്റുവേഷൻ. അത് കാരണം മനസ്സിൽ നിന്ന് പോകുന്നില്ല. കാരണം എത്രയോ കപ്പിൾസ് കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, വിഷമിക്കുന്നു, ഓരോ ദിവസം തള്ളി നീക്കുന്നു. എനിക്കറിയില്ല, അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, ഐ ഡോണ്ട് നോ. പക്ഷെ ഞാനിങ്ങനെ ഒരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നത്, ഇപ്പോൾ ഈ രണ്ടാനച്ഛൻ, ഈ കുറ്റവാളിക്ക് നേരത്തെ അയാളുടെ മുൻ ഭാര്യനെ അയാൾ കുറേ ഉപദ്രവിച്ചു. എന്നിട്ട് ആസ് ഫാർ ആസ് വാട്ട് ഐ സോ ഓൺ ദ സോഷ്യൽ മീഡിയ, ദറ്റ് ദ വുമൺ ഇസ് ഇൻ എ വെരി ബാഡ് സ്റ്റേറ്റ്. ആ ഒരു സ്ത്രീ, എനിക്ക് തോന്നുന്നു അവരുടെ ലുക്ക് കണ്ടിട്ട് ഐ ഡോണ്ട് ഫീൽ ഷീസ് ഫിസിക്കലി സ്റ്റേബിൾ യെറ്റ്. ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പോൾ എനിക്കറിയില്ല, ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തതിന് അയാൾക്ക് ശിക്ഷ കൊടുത്തോ, അതോ എനിക്കറിയില്ല, അയാൾ ജയിലിൽ ഒരു ദിവസത്തിലേക്ക് ഇടുന്നു. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ബട്ട് ദെൻ ഐ ഡോണ്ട് നോ. ബട്ട് ദെൻ when I saw that woman, I felt he deserved to be in jail rather than just going and killing a boy എന്ന് എനിക്ക് തോന്നി. കാരണം എനിക്കറിയില്ല, എവിടെയാ സിസ്റ്റത്തിൻ്റെ പിഴവാണോ എനിക്കറിഞ്ഞൂടാ. ഒരു സ്റ്റെപ്പ് ഒരാളെങ്കിലും, എനിക്കറിയില്ല ആരാണെന്നറിയില്ല, ഒരാളെങ്കിലും അവരുടെ ജോലി മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ ആരെങ്കിലും അയാളിപ്പോൾ ജയിലിൽ കിടന്നേനെ, ആ മുൻ ഭാര്യനെ ഉപദ്രവിച്ചതിൻ്റെ കേസിൽ. പക്ഷെ എനിക്കറിയില്ല, ലോ ഡിൻ വർക്ക്. ഐ ഡോണ്ട് നോ വാട്ട് ഡിൻ വർക്ക്. അയാൾ അനുഭവിച്ച് ഇപ്പോഴും ഹോസ്പിറ്റലിലോ അവർ അൺസ്റ്റേബിളായിട്ട് ഒരു എന്താ പറയുക, ടോട്ടലി ഇൻകേപ്പബിളായിട്ട് അവർ ജീവിക്കുന്നു. ഇവിടെ അയാൾ പുറത്തിറങ്ങി വേറെ കുഞ്ഞുങ്ങളെയും ആൾക്കാർ ഉപദ്രവിക്കുന്നു, ഒരു കുഞ്ഞിനെ കൊല്ലുന്നു. ഐ ഡോണ്ട് നോ. എനിക്ക് പറഞ്ഞ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ തന്നെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് റിയലി ഷോക്കിങ്. അതായത് എനിക്കറിയില്ല, ഞാൻ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഉണ്ടായി അതേ ഷോക്ക് എനിക്ക് മുൻ ഭാര്യനെ കണ്ടപ്പോഴും ആ ഷോക്ക് തോന്നി. ഐ ഡോണ്ട് നോ വാട്ട് ഫെയിൽഡ്, ബട്ട് സംതിങ് ഈസ്